PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും 6ാമത്തെ മൊഡ്യൂളിലെ ഗാർണിഷി ഓർഡറും ബാങ്കിങ് ഓംബുഡ്സ്മാനുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഗാർണിഷി ഓർഡർ. എന്താണ് ഗാർണിഷി ഓർഡർ? Garnishi order is an order of the court directing a garnishee not to pay money to judgment debtor since the latter is indebted to the judgment in the hands of a third person. അതായത് ഇത്രയുള്ളൂ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും 10,000 rupees കടം വാങ്ങുന്നു. കടം വാങ്ങിയയാൾ ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നേയില്ല. ഇയാൾക്ക് സഫിഷ്യൻറ്റ് ഫണ്ടുള്ള ഒരു അക്കൗണ്ട് ബാങ്കിലുണ്ട് എന്ന് വിചാരിക്കുക. ക്യാഷ് കിട്ടാനുള്ള വ്യക്തി ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് അറിയുകയും എന്നിട്ടും ക്യാഷ് തരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിവിൽ കോർട്ടിനെ സമീപിക്കുകയും ചെയ്യുന്നു. കോർട്ട് ആ അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഈ ഓർഡറിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ കോർട്ട് അല്ലെങ്കിൽ കോർട്ട് ഓഫ് ലോ ആണ്. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ കോർട്ട് അല്ലെങ്കിൽ കോർട്ട് ഓഫ് ലോ. CSEB ഒക്കെ പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണിത്. A garnishi order is issued under Order 21 and Rule 46 of the Civil Procedure Code 1908. 1908 സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ റൂൾ 46 ഓർഡർ 21 അനുസരിച്ചാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ 1976 അമെൻമെൻറ്റിലാണ് ഗാർണിഷി ഓർഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The term garnishi is derived from the French word garnir, which means to warn or to prepare. ഗാർണിയർ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഈ ഗാർണിഷി എന്ന വാക്കുണ്ടായത്. ഗാർണിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു വാൺ ഓർ ടു പ്രിപ്പയർ എന്നാണ്. 3 പാർട്ടീസാണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്: ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആൻഡ് ഗാർണിഷി. പണം കടം വാങ്ങിയ ആളാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. പണം കിട്ടാനുള്ള വ്യക്തിയാണ്, അതായത് പണം കൊടുത്ത ആളാണ് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ബാങ്കാണ് ഗാർണിഷി. ദ ബാങ്കർ ഹൂ ഈസ് ദ ഡെറ്റർ ടു ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഈസ് കോൾഡ് ഗാർണിഷി. ഗാർണിഷി എന്ന വാക്കിൻ്റെ അർത്ഥം ഡെറ്റേഴ്സ് ഡെറ്റർ എന്നാണ്. ബാങ്കർ ജഡ്ജ്മെൻറ്റ് ഡെറ്ററിൻ്റെ ഡെറ്ററാണ്, അതുകൊണ്ട് ബാങ്കാണ് ഗാർണിഷി. ഗാർണിഷി എന്ന വാക്കിൻ്റെ അർത്ഥം ഡെറ്റേഴ്സ് ഡെറ്റർ എന്നാണ്. എന്നാൽ ഗാർണിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു വാൺ ഓർ ടു പ്രിപ്പയർ എന്നാണ്. ഗാർണിഷി ഓർഡറിൻ്റെ കേസിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ഇൻ ദ കേസ് ഓഫ് ഗാർണിഷി ഓർഡർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഈസ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ദ ഗാർണിഷി പ്രൊസീഡിങ്സ് ഹാസ് 2 പാർട്സ്: ഓർഡർ നിസി ആൻഡ് ഓർഡർ അബ്സല്യൂട്ട്സ്. ഈ ഗാർണിഷി ഓർഡറിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ഓർഡർ നിസി, രണ്ടാമത്തേത് ഓർഡർ അബ്സല്യൂട്ട്. ഓൺ റെസീറ്റ് ഓഫ് ഓർഡർ നിസി ബാങ്ക് ഈസ് ബൗണ്ട് ടു സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട്. ഓർഡർ നിസി കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ആ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും, ഫർദർ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. ഓൺ റെസീറ്റ് ഓഫ് ഓർഡർ നിസി ബാങ്ക് ഈസ് ബൗണ്ട് ടു സ്റ്റോപ്പ് ഓപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ദ കസ്റ്റമർ അബൌട്ട് ദ റെസീറ്റ് ഓഫ് ദ ഓർഡർ. ബാങ്ക് ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിന്നുള്ള ഫർദർ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റമറെ അറിയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഓർഡർ അബ്സല്യൂട്ട്. It is directing the banker to transfer the entire balance or specified amount to the judgment creditor. ക്യാഷ് കിട്ടാനുള്ള വ്യക്തിക്ക് ആ സ്പെസിഫൈഡ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഡയറക്ഷനാണ് രണ്ടാമത്തേത് ഓർഡർ അബ്സല്യൂട്ട്. കോർട്ട് ഇഷ്യൂ ചെയ്ത ഗാർണിഷി ഓർഡർ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. പിന്നെ ഫർദർ പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് നടക്കുകയില്ല, പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നീട് ചെയ്ത ഡെപ്പോസിറ്റ് എമൗണ്ടിന് ഗാർണിഷി ഓർഡർ ബാധിക്കുകയില്ല. അടുത്തത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം RBI കൊണ്ടുവന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. BR ആക്ടിൻ്റെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 35A അനുസരിച്ചാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI, ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഫസ്റ്റ് ഓംബുഡ്സ്മാൻ വന്നത് 1995 ജൂൺ 14.
അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന വർഷം 1995, വിത്ത് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 14. 2006 ന്യൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനുസരിച്ചാണ് പ്രസൻ്റ്ലി ഇത് വർക്ക് ചെയ്യുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൽ വന്ന ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് 2017. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം പ്രസൻ്റ്ലി ഓപ്പറേറ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006. എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇതെല്ലാം ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീംസിൽ വരുന്നതാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാന് മുമ്പിൽ ഒരു പരാതി ഫയൽ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫീസ് കൊടുക്കേണ്ടതില്ല. ഇൻ കേരള ദ ഓഫീസ് ഓഫ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ട്രിവാൻഡ്രം. കേരളത്തിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യമാകുന്നത്. അപ്പോയിൻറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years or 65 years ആൻഡ് മേ ഗീവ് എക്സ്റ്റൻഷൻ ഫോർ എ ഫർദർ പീരീഡ് ഓഫ് 2 years. വേണമെങ്കിൽ 2 വർഷം കൂടി എക്സ്റ്റൻഷൻ RBIക്ക് കൊടുക്കാം. അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി വന്ന ഒരു സ്കീമാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. BR ആക്ടിൻ്റെ സെക്ഷൻ 35A പ്രകാരമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓംബുഡ്സ്മാൻ വന്നത് 1995. ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. രാജ്യത്ത് 20ഓളം ബാങ്കിങ് ഓംബുഡ്സ്മാൻ വർക്ക് ചെയ്യുന്നുണ്ട്. 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 65 വയസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ. ഇതാണ് ഇവരുടെ കാലാവധി. RBIക്ക് വേണമെങ്കിൽ 2 വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുക്കാം. ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ആ ബാങ്കിനെ അറിയിക്കണം. ബന്ധപ്പെട്ട ബാങ്കിന് ആദ്യം ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. 1 മാസത്തിനുള്ളിൽ ഈ പരാതിക്ക് മറുപടി നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ മറുപടി തൃപ്തികരമാവാതിരിക്കുകയോ ചെയ്താൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ തീരുമാനത്തിനെതിരെയും നമുക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം. അത് RBIയുടെ ഡെപ്യൂട്ടി ഗവർണറുടെ അടുത്താണ്. അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പഠിക്കാനുള്ളത്. ബാങ്കിങ് ഓംബുഡ്സ്മാനും കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനും വ്യത്യാസമുണ്ട്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് 2010. KCS ആക്ടിൻ്റെ സെക്ഷൻ 69A പ്രകാരമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10 years ബാർ പ്രാക്ടീസ് ആൻഡ് ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് കോപ്പറേറ്റീവ് ഫീൽഡ്. ബാങ്കിങ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫീൽഡിൽ 10 വർഷത്തെ ബാർ പ്രാക്ടീസ് ഉള്ള ആളായിരിക്കണം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെയും കാലാവധി 3 years or 65 years whichever is earlier. രണ്ടുപേരുടെയും ടേം ഓഫ് ഓഫീസ് സെയിം ആണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ ആയാലും ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ആയാലും ടേം ഓഫ് ഓഫീസ് 3 years or 65 years whichever is earlier. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ റാങ്കിലുള്ള ഒരു ആളായിരിക്കണം. സെക്രട്ടറി ഓഫ് ഓംബുഡ്സ്മാൻ ഷാൽ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഇതാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഗാർണിഷി ഓർഡർ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആൻഡ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.